ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതെൻ്റെ വെഡ്ഡിങ് ഗാർലൻഡാണ്. അപ്പോൾ ഈ ഒരു ഹാരം ഞാനിന്ന് പ്രിസർവ് ചെയ്യാൻ പോവാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പ്രിസർവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം ആവാൻ പോകുന്നുണ്ട്. അതുവരെ ഞാനിത് സൂക്ഷിച്ച് ഹാങ് ചെയ്ത് ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ഒരു സിലിക്ക പൗഡറിൽ കുറച്ച് ദിവസം കൂടി സൂക്ഷിച്ച് പ്രിസർവ് ചെയ്ത് വെക്കാം. പക്ഷേ എനിക്കിപ്പോൾ ആക്ച്വലി എൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ കുറച്ച് പ്രൊഫഷണൽസിനെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഭയങ്കര എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എബവ് 10,000 ഒക്കെയാണ് ഓരോരുത്തരൊരു റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. അങ്ങനെയാണ് ഇത് ചെയ്യാനുള്ളൊരു പരീക്ഷണമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പരീക്ഷണം സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഇല്ല, സക്സസ് ആയില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ സംഭവം എൻ്റെ തന്നെ ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് പരീക്ഷിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് അവസാനം പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത്. കൊളായി പോയാലും കുഴപ്പമില്ല, പോട്ടെ, സാരമില്ല. അപ്പോൾ അങ്ങനത്തെ ഐഡിയയിൽ ഞാൻ കുറച്ച് റെസിൻ്റെ കുറച്ച് സപ്ലൈസും കൂടെ മേടിച്ചായിരുന്നു. അപ്പോൾ അതും കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോ എന്തൊരു കിട്ടിയില്ല. ഇത് അവിടെ നിന്ന് ഇട്ടൊരു ഫോട്ടോ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം റെസിൻ പ്രിസർവ് ചെയ്ത് വയ്ക്കാനുള്ള ആ ഒരു ഫ്രെയിം മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്ലവർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ വെക്കാൻ പറ്റുമോ, ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സും കൂടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റസിന് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹാർഡ്നറും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ഹാർഡ്നർ. അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരപ്പെടുമല്ലോ എന്ന് വെച്ചിട്ടാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഒരു സിലിക്ക ജെൽ ക്രിസ്റ്റലാണ്. ഇതിലാണ് ആക്ച്വലി നമ്മുടെ ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ബിക്കോസ് ഞാൻ ഈ പരിപാടി ഇപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ. എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയ ഡീറ്റെയിൽസാണ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് അടുത്തൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ മെഷറിങ് കപ്പാണ്. ആക്ച്വലി ഞാൻ ചെറിയ രീതിക്കൊക്കെ റെസിൻ്റെ കീ ചെയിനും റെസിൻ്റെ ഫ്രെയിംസും ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. എൻ്റെ കയ്യിൽ അപ്പോൾ ആ വെയിങ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മെഷറിങ് കപ്പില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത്തവണ നമുക്ക് വെയിങ് സ്കെയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു മെഷറിങ് കപ്പ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മെഷറിങ് കപ്പ്, സിലിക്കണാണ്, മെഷറിങ് കപ്പും കൂടി മേടിച്ചിട്ടുണ്ട്. അടുത്തത് വീണ്ടും ഡ്രൈ ഫ്ലവറാണ്. എനിക്ക് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ട മാത്രം ചാടിക്കയറി മേടിച്ചതാണ്. ഇത് നമുക്ക് അല്ലാണ്ട് പെൻഡൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒരു പെൻഡൻ്റ് ഒരു സംഭവം കൂടി ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. അപ്പോൾ അതിലും യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് കണ്ടപ്പോൾ മേടിച്ചതേ ഉള്ളൂ. ഇതിൽ ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യും, നമുക്ക് നോക്കാം. എന്തായാലും ഫൈനൽ ഔട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതാ ഒരു പ്ലാസ്റ്റിക് സ്റ്റിക്കാണ്. നമുക്ക് റെസിനിങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് സ്റ്റിക്സാണ്. ഇത് വന്നിട്ട് മൈക്ക പൗഡറാണ്. നമുക്ക് ആ ഒരു കളേഴ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ഈ ന്യൂഡായിട്ട് പോകുന്ന പോലത്തെ ഭയങ്കര സിൽവർ, വൈറ്റ് അല്ലെങ്കിൽ മാറ്റായിട്ട് വരുന്നത് കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള അതിൻ്റെ പല പല ഷെയ്ഡ്സിലുള്ള ഒരു പാക്കറ്റാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തത് ഇത് മറ്റേ സാധനമാണ്. ഇത് ഞാൻ പിന്നെ അത് ചെയ്യുമ്പോൾ കാണിക്കാം. വേറൊരു സംഭവം ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇതെൻ്റെ താലി റോപ്പാണ്, താലി ചരടായിരുന്നു ഇത്. ഇത് ജസ്റ്റ് ഒരു ഇതിൽ തന്നെ ഒരു ചെറിയൊരു പരിപാടി ഒപ്പിക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. ഇപ്പം അന്ന് തന്നെ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചത് കൊണ്ട് ഓർമ്മിച്ചു. അപ്പോൾ ഇത് രണ്ടാമത്തെ ഐറ്റം, പ്രിസർവ് ചെയ്യാനുള്ള ഐറ്റം. ഇത് വന്നിട്ട് ഐസോപ്രൊപ്പൈൽ എന്ന് പറഞ്ഞിട്ട് എന്തോ നമ്മൾ സ്പ്രേ ചെയ്യുന്ന ഒരു ആൽക്കഹോൾ കൈൻഡ് ഓഫ് ഒരു സാധനമുണ്ട്. പക്ഷേ അതെനിക്കിങ്ങനെ സ്പ്രേ ചെയ്യുന്ന രൂപത്തിന് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചാണ് ഈ ഒരു റെസിൻ ബബിൾ റിമൂവറാണിത്. നമ്മൾ റെസിനിലെ പരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രശ്നമാകുന്നതാണ് ഈ ഒരു ബബിൾ കിട്ടുന്നത്. ചിലരിങ്ങനെ ലൈറ്റ്നിങ് പോലെ ഇച്ചിരി ചൂടൊക്കെ കൊടുത്ത് ആ ഒരു ബബിൾ പൊട്ടിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ വരുന്ന ബബിൾസ് തടയാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ഇതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കീ ചെയിനൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം നമ്മളെ കൺട്രോളിലാണ്. ഇച്ചിരി കുറച്ച് വലുതായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ ജസ്റ്റ് വെറുതെ കണ്ടപ്പോൾ മേടിച്ചു എന്നുള്ളതേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ചെയ്യാം പിന്നീട്. ഇതും ദാരുവിന് മേടിച്ചൊരു സ്റ്റിക്കർ വേറെ, ഇതും വേറെ സംഭവമാണ്.
അപ്പോൾ ഇത്രയൊക്കെ മതി ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് എന്തെങ്കിലും വേറെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമയത്തിന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ചതിൽ ഈ ഒരു ഫോട്ടോ ആണ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത്, സൈസും ഓക്കെ ആയിട്ട് തോന്നി. അപ്പോൾ ഇതിങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് ബാക്കി ചുറ്റിനും എൻ്റെ ഈ ഒരു ഗാർലൻഡ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്യാനാണ് പ്ലാൻ. സോ ഞാൻ ടൈം ലാപ്സിലിടാം. ഇനി ഇതിന്ന് ഈ ഒരു ഹാരത്തുനിന്ന് ഇത് കംപ്ലീറ്റ് ഇളക്കിയെടുത്ത് നല്ല ഫ്ലവേഴ്സ് മാത്രം മാറ്റി ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഇത് ഈ ഒരു സംഭവമില്ലേ, ഇതും ഞാൻ ഇളക്കിയെടുത്തിട്ട് ബീഡ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടെല്ലാം നമുക്കത് സെപ്പറേറ്റ് ഇളക്കി മാറ്റാം, എന്നിട്ട് ബാക്കി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും എടുത്തു വയ്ക്കാൻ പറ്റിയില്ല, കാര്യം എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഫ്രെയിമിൽ ഞാൻ നമ്മുടെ ആ ഒരു ബബിൾ പോകാനുള്ള സ്പ്രേയില്ലേ അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാണ്. അപ്പോൾ ഓരോ ലെയർ കഴിയുമ്പോഴും നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കണം. എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത ഫോട്ടോ ഞാൻ ജസ്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് അതിന് ചുറ്റും ഞാൻ നല്ല കുറച്ച് ഫ്ലവേഴ്സ് പിക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിനിടയ്ക്ക് നമ്മുടെ ബേബി ബ്രീത്ത് ഫ്ലവേഴ്സ് എന്നൊക്കെ പറയില്ലേ അതും ഉണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് വന്ന സ്ഥലത്തൊക്കെ ഞാൻ ആ ഫ്ലവേഴ്സും കൂടി ഫില്ല് ചെയ്ത് കൊടുത്തു. ഞാൻ ഈ ഫ്രെയിമിൽ യൂസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഐറ്റംസും എൻ്റെ ഹാരത്തിലുള്ള ഐറ്റംസ് മാത്രമാണ്. പിന്നെ ഇത് എൻ്റെ ഒരു ഐഡിയ പരമായിട്ട് മാത്രം ഞാൻ ചെയ്തതാണ്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ മാറ്റാം, എങ്ങനെ വേണോ ചെയ്യാൻ കേട്ടത്. എനിക്ക് കുറച്ച് നല്ലതായിരിക്കും എന്ന് ഫീൽ ചെയ്തൊരു സാധനം ഞാൻ ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ റെസിനും ഹാർഡ്നറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതിലോട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ റെസിൻ്റെയും ബ്രാൻഡ് അനുസരിച്ചിട്ട് റേഷ്യോസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം. 2:1 മോസ്റ്റ്ലി, പിന്നെ 1:1 റേഷ്യോ ഉള്ള റെസിനും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ബ്രാൻഡ് ഏതാണോ ആ ബോട്ടിലിൽ പുറത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മിക്സ് ചെയ്തിട്ട് സ്ലോലി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ഓഫ് റെസിൻ ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മുടെ ഹാരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ബീഡ്സും കുറച്ച് ലുട്ടിലുട്ട് ഐറ്റംസൊക്കെ വെച്ചിട്ട് അതൊന്ന് ക്യൂർ ആവാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ ലെയർ റെസിനും ഒഴിച്ച് വീണ്ടും നമ്മൾ ബബിൾ പോകാനുള്ള സ്പ്രേയും അടിച്ച് വീണ്ടും അത് ക്യൂർ ചെയ്യാൻ വയ്ക്കുകയാണ്. അങ്ങനെ ഒരു 2-3 ലെയേഴ്സ് ഒഴിച്ചതിന് ശേഷമാണ് എനിക്കിത് ഈ ഒരു രൂപത്തിൽ കിട്ടിയത്. അപ്പോൾ റെസിൻ ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇതിൽ വരുന്നതെന്നല്ലേ ഇപ്പോൾ ആലോചിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രെയിം കുറച്ചൊന്ന് ചെറുതായിപ്പോയി. ഞാൻ എൻ്റെ ഫ്ലവർ അറേഞ്ച് ചെയ്തപ്പോൾ ഇച്ചിരി കൂടി പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. താഴ്ത്തി വെച്ചിരുന്നില്ല, ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിന്നേനെ. പക്ഷേ ഇച്ചിരി ഒന്ന് പൊങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഫ്രെയിമിൽ നിന്നും ഇച്ചിരി മേലിലോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ആ ഒരു ടോപ്പ് നിൽക്കുന്നവരെയും നമ്മൾ റെസിൻ വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ഹാർഡായിട്ടുള്ള സ്ക്രേപ്പിംഗ് പേപ്പേഴ്സ് മേടിക്കാൻ കിട്ടുമല്ലോ, അത് മേടിച്ചിട്ട് നല്ലതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ആ ഒരു ടോപ്പ് ലെയറിൽ. അപ്പോൾ ഇതിൽ അവസാനത്തെ ലെയർ ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നമ്മുടെ താലിച്ചരടില്ലേ അതും കൂടി ജസ്റ്റ് ചെറിയൊരു ഇൻഫിനിറ്റി ഷേപ്പ് പോലെ വയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ലാസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ അത് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വല്യമ്മ ഒന്ന് നോക്കാട്, ഇതിൻ്റെ അകത്ത് കല്യാണ ഹാരമാണെന്ന് പറഞ്ഞിട്ട് വല്യമ്മ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 1 ഇയറിന് ശേഷമാണ്. അപ്പോൾ അത്രയും നാളത് മടിച്ച് മാറ്റി വെച്ചതായിരുന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് ബ്ലറൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ലാസ്റ്റ് ലെയറൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെയും വീണ്ടും എടുത്ത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട് വീണ്ടും ഞാൻ തേച്ചൊരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് കുറച്ച് ക്ഷമ വേണം, മാത്രമല്ല നല്ല പണിയുണ്ട്, നല്ല ശക്തി വേണം. ഒരച്ചരിച്ചരിച്ചരിച്ച് പരിപാടി തീരും. പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉരയ്ക്കുന്ന സൗണ്ട് ഇട്ടാൽ എനിക്ക് പല്ല് വിളിക്കും. അപ്പോൾ അതൊക്കെ സഹിച്ചാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോപ്പൊക്കെ അത്യാവശ്യം പറ്റുന്നത് പോലെ ഷേപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രത്യേക പോയിന്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്ലവേഴ്സൊക്കെ ആ ഒരു റെസിന് പുറത്തിങ്ങനെ വിസിബിളായി വന്നു തുടങ്ങി. ആ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തു. കാര്യം ഇതിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, വൈറ്റ് കളർ പൊടി എൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലപോലെ വാഷ് ചെയ്ത് വീണ്ടും ജസ്റ്റ് ഒരു ദിവസം അത് കംപ്ലീറ്റ്ലി ഉണങ്ങാനായിട്ട് വെച്ചതിന് ശേഷം ഇനി കുറച്ച് നമുക്ക് ബാക്കി പരിപാടികളും കൂടിയുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ബ്ലേഡായിട്ട് അകത്ത് എന്തൊക്കെയാണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയി തുടങ്ങിയില്ലേ, ആ ഒരു പുകമറ പോലും നിൽക്കുന്ന ക്ലിയർ ആയി തുടങ്ങിയില്ലേ. ഇനി നമ്മുടെ അവസാനത്തെ ഒരു പരിപാടിയും കൂടെ ഉള്ളൂ, അതും കൂടി ആയാലും നമ്മുടെ സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ റെസിൻ്റെ എന്ത് ചെയ്താലും അത് ശ്വസിക്കുന്ന നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി മാസ്കും ഗ്ലൗസൊക്കെ യൂസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. സോ ഗൈസ്, ആഫ്റ്റർ 1 ഇയറാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ മാസം ഞാൻ ഈ വീഡിയോ ഇടുന്നത് ആനിവേഴ്സറി എടുത്തിട്ടായിരിക്കും. അപ്പോൾ അത്രയും നാളായിട്ടുണ്ട്. അപ്പോൾ അത്രയും നാളും പെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. പക്ഷേ ഞാനിപ്പോൾ കാണിച്ച വീഡിയോ ഇല്ലേ, അപ്പോൾ ഇനി ഒരു ലെയർ ഓഫ് റെസിനും കൂടി ഇതിൻ്റെ മേളിൽ വരാനുണ്ട്. അതും കൂടി ആകുമ്പോഴത്തേക്കും സംഭവം കംപ്ലീറ്റ് ആകും, കുറച്ചും കൂടി ക്ലിയർ ആകും.
പക്ഷെ കുഴപ്പമില്ല, നമ്മൾ വെറുതെ വാടി കരിയുന്നതിനെക്കാട്ടിലും ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫെയിലെന്ന് പറയാൻ പറ്റില്ല, ഡെഫിനറ്റ്ലി സക്സസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് ലെയർ എടുത്തിട്ട് ഈ വീക്കെങ്കിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്ന് വെച്ചതാണ്, കംപ്ലീറ്റ് ചെയ്തിട്ട്. പിന്നെ എനിക്കിതിൻ്റെ എഡ്ജിൻ്റെ ഒരു എൻ പോർഷനൊക്കെ ഇല്ലേ വുഡിൻ്റെ, അത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അത് ഞാൻ ചിലപ്പോഴേ ചെയ്യുള്ളൂ. ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അതും കൂടെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇനിയിപ്പം ലാസ്റ്റ് ലെയർ ഓഫ് നമ്മുടെ റെസിനും കൂടെ ഒഴിച്ച് ഫൈനൽ ആ ഒരു ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുന്ന രീതിക്ക് ചെയ്യാനുള്ള ആ ഒരു ഫൈനൽ പ്രൊസീജിയർ മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് സംഭവം എൻ്റെ റെസിൻ കഴിഞ്ഞു പോയി. റെസിൻ എപ്പോഴും ബാക്കിയുണ്ട്, ഹാർഡ്നർ തീർന്നു പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്ത മേടിച്ചിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇൻസ്റ്റാമാർട്ടിൽ നോക്കാം ഇനി ഉണ്ടെങ്കിലോ എന്ന് നോക്കിയപ്പോൾ അതേ കിടക്കുന്നിടാ ഇൻസ്റ്റാമാർട്ടിൽ. അപ്പോൾ ഞാൻ ഉള്ളതിൽ ഏറ്റവും കുഞ്ഞ് റെസിൻ മേടിച്ചു. അത് നമുക്ക് കോംബോ ആയിട്ട് മേടിക്കാൻ പറ്റുള്ളൂ, റെസിനും ഹാർഡ്നറും കൂടെ. അങ്ങനെ ഞാൻ ഉള്ളതിൽ ഏറ്റവും ചെറിയ ഒരു റെസിൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം മേ ബി ഉടനെ വരേണ്ടതാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതും കൂടി വന്നാൽ നമുക്കത് ഫിനിഷ് ചെയ്യാം. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ജസ്റ്റ് മറ്റേ സ്ക്രേപ്പർ ഇട്ടിട്ട് കുറേ സമയം വേണ്ടി വന്നു, ഭയങ്കര എഫേർട്ട് വേണ്ടി വന്നൊരു കാര്യമാണ്. അപ്പോൾ മാക്സിമം പറ്റുന്ന പോലെ സ്ക്രേപ്പ് ചെയ്തു. പിന്നെ അത് ഇവിടെയൊക്കെ എൻ്റെ ഫ്ലവറൊക്കെ വിസിബിളായി തുടങ്ങി. അതുകൊണ്ട് പിന്നെ ഞാൻ ഇനി കൂടുതൽ എന്നെ പോളിഷ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും എൻ്റെ സ്വിഗ്ഗി ചേട്ടൻ വന്നിട്ട് എൻ്റെ റെസിനും കൂടെ കൊണ്ടുവരട്ടെ. എന്നിട്ട് നമുക്കൊരു ഫൈനൽ ഔട്ട്, ഞാൻ ഇത് ഡ്രൈ ആയതിനു ശേഷം ഫൈനൽ ഔട്ടും കൂടി കാണിച്ചു തരാം. പറഞ്ഞു തീർന്നില്ല, സംഭവം ദേ കയ്യിൽ കിട്ടി. ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ റെസിൻ വന്നിട്ടുണ്ട്. കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ടോക്കൺ ഓഫ് ലവ് കല്യാൺ സിൽക്സിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറും കൂടെ കിട്ടിയിട്ടുണ്ട്. കാര്യമൊന്നുമില്ല, ഇപ്പോൾ ഗോൾഡ് മേടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലൊന്നും അല്ലല്ലോ നമ്മൾ. അതുകൊണ്ട് ഒരു 2100 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് കിട്ടി കോംപ്ലിമെൻ്ററി ആയിട്ട്. എന്താണാവോ, വിത്ത് ലവ്, താങ്ക് യു. എന്താണൊന്നും ഇല്ലേ, ഒന്നുമില്ല, കാലി. എനിവേയ്സ് മേടിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. 30th സെപ്റ്റംബർ വരെയാണ് വാലിഡിറ്റി ഉള്ളൂ. നോക്കാം, എന്തെങ്കിലും മേടിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം ഗൈസ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു റിങ് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ അത് പോട്ടെ. അപ്പം നമുക്ക് നമ്മുടെ റെസിനിലോട്ട് വരാം. ഇത് നമ്മുടെ 12 hours ക്യൂറിങ് ടൈം ഉണ്ട്. വിൽ സി. ഓക്കെ, നല്ലതായിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കുഞ്ഞ് ഇത് മതി, നമുക്കൊരു ഒറ്റ ലെയറിൻ്റെ ആവശ്യം കൂടെ അല്ലേ ഉള്ളൂ. ഒരു 100 grams ഒരു റെസിനുണ്ട്, ഒരു റെസിൻ ഹാർഡ്നർ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? 400 അടുത്തായിരുന്നു. ഇത് മാത്രമേ മേടിച്ചുള്ളൂ. സാധാരണ ഒരു ചെറിയ സാധനം മേടിക്കുക ഇൻസ്റ്റമാർട്ടിൽ കയറിയാലും കുറേ സാധനങ്ങൾ മേടിച്ച് അവസാനം ആവശ്യമില്ലാത്തൊക്കെ വെറുതെ മേടിക്കും. ബബിൾ ഫ്രീ ആണ്, 24 hours ഫുൾ ക്യൂർ ആവുക, 2:1 റേഷ്യോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റെയിൻ റെസിസ്റ്റൻറ്റ്, ക്രിസ്റ്റൽ ക്ലിയർ, ലോങ് ഷെൽഫ് ലൈഫ്, സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ഇത് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ക്യൂർ ആവാൻ വേണ്ടിയിട്ട് 24 hours വയ്ക്കണം. ഇനി നമുക്ക് നമ്മുടെ റെസിൻ്റെ അവസാന ഘട്ട പരിപാടിയിലോട്ട് കടക്കാം. കാണുന്നത് പോലെ അങ്ങനെ എടുപിടിയും തീർക്കാൻ പറ്റിയൊരു കാര്യമല്ല, കുറച്ച് ക്ഷമ വേണം, അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം എൻ്റെ 2 വിരലും ചെറുതായിട്ടൊന്ന് കട്ടായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ക്ഷമയോടെ വേണ്ടത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ റെസിൻ മിക്സ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ആ ഒരു റേഷ്യോയിൽ മിക്സ് ചെയ്യുക. പറഞ്ഞതുപോലെ മാസ്കും ഗ്ലൗസും യൂസ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഇതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ പതുക്കെ മാത്രം മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ബബിള് ഫോമായിട്ട് നമുക്കത് ഒഴിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഞാനിപ്പോൾ ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ, പക്ഷേ ഇത്രയും സ്പീഡിലൊന്നും മിക്സ് ചെയ്യരുത്. വളരെ സ്ലോയിൽ ബബിൾസ് ഒന്നും വരാതെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട് കാണാം.
ദേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിനൈൽ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തൊക്കെ മേടിക്കാൻ പറ്റും. ഒരു ഗോൾഡൻ കളറിൽ ജസ്റ്റ് കട്ട് ഔട്ട് ചെയ്ത് ആ ഒരു പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അതായത് പേരും വെഡ്ഡിങ് ഡേറ്റ് ഒക്കെ വെച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലം അത് ചെയ്യുന്നില്ല. അടിപൊളിയായിട്ടുണ്ട്. അയ്യോ ഇത് ആര്